മാന്യ സ്നേഹിതർക്ക് വന്ദനം. ഇസ്ലാം സംവാദത്തിന് തയ്യാറായി ഈസ വരുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന പുതിയ വാർത്ത. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വാർത്ത ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. കാരണം കൊടിത്തോട്ടം കുറേ അധികം ദിവസങ്ങളായി വെല്ലുവിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആരെങ്കിലും വരൂ, ഇസ്ലാം ചർച്ചയ്ക്ക് വരൂ, ഇസ്ലാം ക്രിസ്ത്യൻ ചർച്ചയ്ക്ക് വരൂ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആരും ഇതുവരെ അതിന് തയ്യാറാകുന്നില്ല. കേരളക്കരയിൽ ഈ സ്നേഹ സംവാദം ആരംഭിച്ചു വെച്ചത് ഇസ്ലാം സുഹൃത്തുക്കൾ തന്നെയാണ്. കാരണം അവരെവിടെ നിന്നോ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടുവന്നു. ഇപ്പോ മലയാളികളെ മുഴുവൻ തകർത്ത് കളയാം എന്ന ആവേശത്തോടെയാണ് അവർ രംഗപ്രവേശനം ചെയ്തത്. ആദ്യ നാളുകളിൽ വചനം അത്ര അറിവില്ലാത്ത കുറേ അധികം ആൾക്കാരെ അവർ പിടിച്ചുകൊണ്ടിരുത്തി ഇവരുടെ വർത്തമാനങ്ങൾ പറയിപ്പിച്ച് അവകൾ തന്നെയാണ് ഇപ്പോൾ യൂട്യൂബിനകത്തിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അവകൾ നോക്കിയാൽ അറിയാം. ഓരോ യൂട്യൂബ് വീഡിയോസിനും അല്ലെങ്കിൽ ആ ചർച്ചകൾക്കും അത്രയേറെ പഴക്കമുണ്ട്. ഇപ്പോ ആരും തന്നെ ഈ ചർച്ചയ്ക്ക് തയ്യാറല്ല. ഇന്ന് എന്നെ ഒരു സഹോദരൻ വിളിച്ചിട്ട് പറയുകയാണ്, കോഴിക്കോട്ട് വരൂ, അവിടെ എം അക്ബർ ആർക്കൊക്കെയോ മറുപടി കൊടുക്കുവാൻ വേണ്ടി വരികയാണ്. എം അക്ബർ എന്തോ ഉമ്മാക്കിയാണോ? അയാള് ഒരു കാര്യത്തിനും വ്യക്തമായി മറുപടി പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ കുറേ അദ്ദേഹത്തിന്റെ വീഡിയോസ് മറിച്ചു നോക്കി. അദ്ദേഹം എന്തെങ്കിലും ആടി നിന്ന് വിവരദോഷം വിളിച്ചു പറയുന്നതല്ലാതെ മാന്യമായ നിലയിൽ അദ്ദേഹം മറുപടി പറയുന്നതായി എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഇസ്ലാം സംവാദത്തിന് മറുപടി പറയാൻ രണ്ടുപേരെയാണ് ഞാൻ കണ്ടത്. ഒന്ന് ഒരു അബ്ദുൽ നാസർ, പിന്നെ വേറെ തന്നെ ഇച്ചിരിയും കൂടി ഉണ്ട്, ഒരപ്പച്ചനാണ്. അദ്ദേഹം പെന്തക്കോസ്റ്റിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ച ഒരപ്പച്ചനാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംഭാഷണം നടത്താറുണ്ട്. ഞങ്ങൾ സ്നേഹമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. വീഡിയോ ഇടുമ്പം പക്ഷേ ചീത്ത പറഞ്ഞാൽ വീഡിയോ ഇടത്തുള്ളൂ. അത് അങ്കിളും അങ്ങനെ തന്നെയാണ്, ഞാനും അങ്ങനെ തന്നെയാണ്. വീഡിയോ ഇടുമ്പോൾ നമുക്ക് വസ്തുതകളെ വെളിപ്പെടുത്തിയല്ലേ പറ്റത്തുള്ളൂ, അതങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ സംഭാഷണം നടത്തുമ്പോൾ അല്ല സംഭാഷണം നടത്താറുണ്ട്. രണ്ടാമത്തെ ആള് മുഹമ്മദ് ഈസയാണ്. അയാളും പെന്തക്കോസ്റ്റിൽ നിന്ന്, ചർച്ചക്കോട്ടിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പെന്തക്കോസ്റ്റിൽ നിന്ന് അദ്ദേഹവും ഇസ്ലാം മതം സ്വീകരിച്ച ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ആദ്യകാലങ്ങളിലൊക്കെ വളരെ ഉഷാറായി തന്നെ ചില ചർച്ചകൾ നടത്തുന്നത് കണ്ടിട്ടുണ്ട്. തിരക്കേടില്ലാതെ ചർച്ച നടത്തുവാൻ കെൽപ്പുള്ള ഒരാൾ തന്നെയാണ് മുഹമ്മദ് ഈസ. അതിനൊരു കാരണം പുള്ളിക്ക് കൃത്യമായി ക്രിസ്തു മാർഗത്തെക്കുറിച്ച് ബോധ്യമുണ്ട്. അപ്പോൾ അതും പുള്ളി അവിടെ ചെന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങളും കൂടി മാച്ച് ചെയ്തുകൊണ്ട് ചില വീക്ക് പോയിന്റ് അത് തോന്നാമാകുന്ന മേഖലകളിൽ പുള്ളി അടിക്കാൻ ശ്രമിക്കുകയാണ്. അത് വലിയ ഗുണകരമായ കാര്യമൊന്നുമല്ല, എങ്കിലും പുള്ളി അടിക്കുവാൻ വേണ്ടി തരക്കേടില്ലാതെ ശ്രമിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ക്രിസ്തു മാർഗം പൗലോസിൻ്റെതാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് പൗലോസിന്റെ ചില പരാജയങ്ങൾ എന്ന് പറഞ്ഞ് ഏതൊക്കെ വീക്ഷണങ്ങളൊക്കെ സംസാരിക്കുന്നത് ഇടദിവസത്തിൽ കേൾക്കുവാൻ കഴിയും. അത് അബ്ദുൽ നാസറും ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ എന്നെ വളരെയധികം പ്രയാസപ്പെടുത്തിയ കാര്യം, ഭാര്യയായ ഒരു സഹോദരിയോടുകൂടെ എനിക്കും നടക്കാൻ കഴിയില്ലേ എന്ന് പൗലോസ് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യത്തെ അദ്ദേഹത്തിന്റെ കൂടെ കൊരിന്ത് സഭയിൽ നിന്നൊരു സഹോദരിയെ കൂടെ ഭാര്യയാക്കി സൂക്ഷിച്ചിട്ടുണ്ടെന്നും അത് ഭാര്യ പണിക്ക് വേണ്ടിയാണെന്നും മുഹമ്മദ് ചെയ്ത അതേ പണിക്ക് വേണ്ടി തന്നെയാണ് പൗലോസ് ഒരു സഹോദരിയെ കൂട്ടിയത് എന്നുമൊക്കെ അബ്ദുൽ നാസർ അങ്കിൾ പറഞ്ഞത് എന്നെ ചിന്തിപ്പിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ട് കള്ളത്തരം പറയുന്നതാണോ അറിയാതെ പറയുന്നതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും നടക്കുന്നത് പോലെ ഭാര്യയായ ഒരു സഹോദരിയുമായി എനിക്കും നടക്കാൻ അനുവാദമില്ലേ എന്നാണ് അവിടുത്തെ ചോദ്യം. അല്ലാതെ ഞാനും ഒരു ഭാര്യയും കൊണ്ട് നടക്കുന്നുണ്ടല്ലോ എന്നുള്ളതല്ല അവിടുത്തെ ചോദ്യം. പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ പോലെ ആയാൽ കൊള്ളാം എന്ന് പറഞ്ഞാൽ ഭാര്യ ഇല്ലാതെ ജീവിച്ചാൽ കൊള്ളാം എന്നുള്ള മട്ടിനാണ് പൗലോസ് അവിടെ വർത്തമാനമൊക്കെ പറയുന്നത്. അത് ഇവർക്കെല്ലാവർക്കും ഈ മുഹമ്മദിന്റെ ജാള്യത പിടിച്ചു നിർത്തണമെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ഗതികേട് ഇവർക്കുണ്ട്. ഏതായാലും ഈ വരുന്ന സംവാദം ഒരു അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുന്നു. മുഹമ്മദ് ഈസ വരാമെന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ അനിൽ കൊടിത്തോട്ടം പറയുന്നത് കേട്ടത്. അപ്പോ എന്താണ് അത് എന്ന് കാണാൻ വേണ്ടി ആകാംക്ഷയോടെ ഇസ്ലാമിക ക്രൈസ്തവ ലോകം, കേരളത്തിലെ ഇസ്ലാമിക ക്രൈസ്തവ ലോകം ഒരുങ്ങിയിരിക്കുകയാണ്. വരില്ലെന്നുള്ള ഉറപ്പാണ് വാസ്തവത്തിൽ ഞങ്ങൾക്കുള്ളത്. ഈസ വരാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. കാരണം അവരെടുത്ത സബ്ജക്റ്റ് പാളിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. യേശുവിന്റെയും മുഹമ്മദിന്റെയും ധാർമ്മികത എന്ന പദത്തിന് എന്തെങ്കിലും ഇവർക്ക് തിന്മ പറ്റിയോ എന്ന് എനിക്കറിയില്ല.
വാസ്തവത്തിൽ വിജയിക്കണമെങ്കിൽ യേശുക്രിസ്തുവിന്റെയും മുഹമ്മദിന്റെയും അധാർമികത എന്ന് പറഞ്ഞാൽ നിശ്ചയമായും മുഹമ്മദിനെ വിജയിപ്പിക്കുവാൻ ഈസായ്ക്ക് കഴിയും. ധാർമ്മികത എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നതെങ്കിൽ ഈസ മുട്ടുമടക്കേണ്ടി വരും എന്നതിന് സംശയമൊന്നും വേണ്ട. ഒറ്റ കാര്യത്തിന് തന്നെ മറുപടി പറഞ്ഞാൽ മതി. ക്രിസ്തു ജീവിച്ചതുപോലെ കേരളത്തിൽ ജീവിക്കാൻ കഴിയുമോ? മുഹമ്മദ് ജീവിച്ചതുപോലെ കേരളത്തിൽ ജീവിക്കാൻ കഴിയുമോ? ഈ രണ്ട് ചോദ്യത്തിന് മാത്രം ഇതിനൊറ്റ ചോദ്യമാക്കിയാൽ മതി. ക്രിസ്തുവും മുഹമ്മദും ജീവിച്ചിരുന്നത് പോലെ ഇന്ന് കേരളത്തിൽ ജീവിക്കാൻ കഴിയുമോ എന്നൊരൊറ്റ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി. ക്രിസ്തു ജീവിച്ചതുപോലെ സുഖമായിട്ട് ജീവിക്കാം, പക്ഷേ മുഹമ്മദ് ജീവിച്ചതുപോലെ ജീവിക്കാനാവില്ല. നിങ്ങൾ പിന്നെ പറയാൻ താല്പര്യമുള്ള സാധ്യതയുള്ള കാര്യം 6-ാം നൂറ്റാണ്ടിലെ ധാർമ്മികത ഇതായിരുന്നു എന്നുള്ളതാണ്. പാളിപ്പോകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. 6-ാം നൂറ്റാണ്ടിലെ മുഹമ്മദ് ജീവിച്ചിരുന്നതിനേക്കാൾ പുറകിലാണ് ക്രിസ്തു ജീവിച്ചിരുന്നത്. കുറച്ചുകൂടി മോശം ധാർമ്മികതയുള്ള കാലത്തിലാണ് ക്രിസ്തു ജീവിച്ചിരുന്നത് എന്ന് വെച്ചോളൂ. ഒരു വിവാഹത്തിന് പോലും താൻ മെനക്കെട്ടില്ലെന്ന് മാത്രമല്ല, എന്ത് ഉദ്യോഗത്തിനാണോ താൻ ഭൂമിയിലേക്ക് വന്നത് ആ ഉദ്യോഗം കൃത്യമായി നിർവഹിച്ച് പോയ ആളാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ മുഹമ്മദ് വന്നതിന്റെ കാര്യം ചെയ്തില്ലേ എന്ന് ചോദിച്ചാൽ നിശ്ചയമായും ചെയ്തു കേട്ടോ. മുഹമ്മദ് വന്നത് ഈ കാര്യത്തിന് വേണ്ടി തന്നെയാണ്. ആ അധാർമികത പുള്ളി കൃത്യമായി ചെയ്യുകയും ചെയ്തു. ആ അധാർമികത ഇവിടെ മാത്രമല്ല, സ്വർഗത്തിൽ ചെന്നാലും ഇതൊരുപാട് ചെയ്യാൻ വേണ്ടി ഉള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് പാവം ജനത്തെ പഠിപ്പിക്കുകയും ചെയ്തു. അതിൽ ഭയങ്കര തൽപരരായി നിൽക്കുന്ന ഈ ജനത്തെ കാണുമ്പോൾ വാസ്തവത്തിൽ മനപ്രയാസമാണ് തോന്നുന്നത്. ഇത്ര ഡെവലപ്ഡ് ആയിട്ടുള്ള ഈ നല്ല കാലത്തിലും ഇപ്പോഴും സ്വർഗമെന്ന് പറഞ്ഞാൽ ഉയർന്ന നിതംബമുള്ള ഖൂറികളാണെന്ന് പറയുമ്പോൾ അത് കാത്തിരിക്കാൻ കഴിയുന്നത് ഒരു വല്ലാത്ത വികാരം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ നല്ലതായിട്ട് സിനിമ കാണുമായിരുന്നു. അപ്പോൾ ഒരു സിനിമയിൽ ഞാൻ കണ്ടത് ഓർക്കുന്നുണ്ട്. സലീം കുമാറും കൂടെ കുറെ ആൾക്കാരും ഒരു ഭ്രാന്താശുപത്രി കിടക്കുകയാണ്. അപ്പോൾ കുറെ ആൾക്കാരെ സലീം കുമാർ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഗേറ്റിന്റെ അടുക്കൽ ആരോ ബിരിയാണി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാ ആൾക്കാരും അങ്ങോട്ടേക്ക് ഓടുകയാണ്. പുറകെ സലീം കുമാരും അവരുടെ പുറകെ ഓടുകയാണ്. അപ്പോൾ വഴിക്ക് വെച്ച് ഒരാള് സലീം കുമാറിനെ പിടിച്ചു നിർത്തി ചോദിക്കുകയാണ്, ഈ ആൾക്കാർ എവിടേക്കാണ് ഓടുന്നത്? അപ്പൊ അയാൾ പറയാണ്, ഞാനിവരെ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ബിരിയാണി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പൊട്ടന്മാര് അതോ വട്ടന്മാരോ എന്തോ ഒരു വാക്ക് അയാൾ പറഞ്ഞു, ഓർക്കുന്നില്ലേ? വട്ടന്മാരെ അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ബിരിയാണിക്ക് വേണ്ടി. അപ്പൊ അയാൾ ചോദിക്കുക, താങ്കൾ എവിടേക്കാണ് പോകുന്നത്? അപ്പൊ അയാൾ പറയാണ്, ഇനി അവിടെ വല്ലതും കൊടുക്കുന്നെങ്കിലോ? അതുപോലെയാണ് ഈ പാവങ്ങൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് തിന്മയാണെന്നും ഇത് തെറ്റാണെന്നും ഒക്കെ അറിയാം. എനിക്ക് തോന്നുന്നു മുഹമ്മദ് ഈസയ്ക്ക് ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ അബ്ദുൽ നാസർ എന്ന് പറഞ്ഞ എന്റെ പ്രിയ സ്നേഹിതനും ഇത് അർത്ഥമാക്കി മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ഒരു ബിരിയാണിയും ഇല്ലെന്നും അവിടെ ചെല്ലുമ്പോൾ ഈ ഉയർന്ന നിതംബമുള്ളത് പറ്റിക്കുന്നതാണെന്നും ഒക്കെ ഇവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാമായി ജനിച്ചവർക്ക് മനസ്സിലായില്ലെങ്കിലും ഈ ക്രൈസ്തവ മേഖലയിൽ നിന്ന് ചെന്ന് ചാടുന്നവർക്ക് ഉറപ്പായി മനസ്സിലാവും, അതിന് സംശയം വേണ്ട. പക്ഷേ ഇപ്പൊ ഇവരുടെ മനസ്സിലെ ചിന്ത ഇതായിരിക്കാനാണ് സാധ്യത. ഇനി അഥവാ അവിടെ ഉണ്ടെങ്കിലോ പാവം, വേറെ ആരും തന്നെ ഇസ്ലാമായി ജനിച്ചു വളർത്തപ്പെട്ട ആരും തന്നെ ഇന്ന് ചർച്ചയ്ക്ക് തയ്യാറല്ല. അപ്പോൾ ക്രൈസ്തവരിൽ നിന്ന് ഇസ്ലാമിലേക്ക് ചെന്ന ഈ ബഹുമാനപ്പെട്ട ഈ മുഹമ്മദ് ഈസയെങ്കിലും ചർച്ചയ്ക്ക് വരും എന്ന് കേൾക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം മുഹമ്മദിന്റെയും യേശുക്രിസ്തുവിന്റെയും ധാർമ്മികത. വളരെ മനോഹരമായ ചർച്ചാ വിഷയമാണ്. ഞാൻ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിനോട് ബന്ധപ്പെട്ട വീഡിയോസ് ഇട്ടപ്പോൾ എന്നെ ഒരുപാട് പേര് വിളിക്കുകയും നല്ല മനോഹരമായ തെറികൾ പറയുകയും ചെയ്തു. അതിൽ പലരും പിന്നീട് ഞാൻ സംസാരിച്ചു വരുമ്പോൾ അവർ പറഞ്ഞു, ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. കാരണം അവർ നിഷ്കളങ്കരാണ്. ഈ എല്ലാവരും പറയുന്നത് ഉസ്താദിനെയും വിളിച്ചോണ്ട് വരാം, നമ്മൾ വിളിച്ചോണ്ട് വരൂ, എവിടെ വെച്ച് ചർച്ച വേണം, എവിടെ വേണോ വരാം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവരാരും പിന്നീട് വിളിക്കുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ഇവർ ഉസ്താദിനോട് ഇന്ന് ചോദിക്കും, അപ്പൊ അവര് മറ്റെന്തെങ്കിലും പറഞ്ഞ് ഇവരെ കമഴ്ത്തി കളയും. എന്ന് പറഞ്ഞാൽ അവന്മാര് കാഫിറുകളാണ്, അവന്മാരുടെ അടുത്തൊന്നും പോകേണ്ട കാര്യമില്ല, യവന്മാർക്ക് മറുപടി പറയേണ്ട കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് യവന്മാരെ കുപ്പിക്കകത്താക്കി കളയാനാണ് സാധ്യത. അല്ലെങ്കിൽ യവന്മാര് പിന്നെ വരാതിരിക്കുന്ന എന്തുകൊണ്ട് എന്നറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരാള് വെല്ലുവിളിച്ചു, ഞാൻ എം എം അക്ബറിനെയും കൊണ്ടുവരും, ഈസയും കൊണ്ടുവരും, പിന്നെ വേറെ ഏതോ ഒരുത്തനെയും കൂടെ കൊണ്ടുവരും.
ഇത് നടക്കില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. അയാളെക്കുറിച്ച് ഇപ്പോൾ ഒരറിവുമില്ല, ജീവിച്ചിരിപ്പുണ്ടോ അതോ അയാൾ കടലിൽ ചാടി മരിച്ചോ എന്ന് പോലും അറിയാൻ പാടില്ല. ഏതായാലും ഇപ്പോൾ എനിക്ക് തോന്നി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 10-30 പേരെങ്കിലും വിളിക്കുകയും തെറി വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവരെന്നോട് ഉസ്താദിനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ടുമുണ്ട്. ഇന്ന് വരെ ഒരു ഉസ്താദും വന്നിട്ടുമില്ല, സംസാരിക്കാൻ തയ്യാറായിട്ടുമില്ല. ഞാൻ പിന്നെയും ഓർപ്പിക്കുന്നു, ഞാൻ എന്തുകൊണ്ട് ധൈര്യമായി നിങ്ങളെ ചർച്ചയ്ക്ക് വെല്ലുവിളിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ ഈ വിഷയത്തോട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ MM അക്ബറും ഈസയും ഒക്കെ വരും എന്ന് അവർ പറഞ്ഞതുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ട് ഞാൻ അൽക്കൊടിത്തോട്ടവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരാളെയെങ്കിലും കൊണ്ടുവരാൻ പാസ്റ്റർക്ക് കഴിയുമെങ്കിൽ കൊണ്ടുവരാനാണ് പറഞ്ഞത്. എന്നിട്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, പാസ്റ്ററെ ഒരൊറ്റൊരുത്തൻ ഇതിന് തയ്യാറാവില്ല, കാരണം അവർക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലായി, അവരെല്ലാം മാളത്തിൽ കയറി കഴിഞ്ഞു. പക്ഷെ മാളത്തിൽ കയറി ഇരുന്നിട്ടും അവര് മുണ്ടുയർത്തി കാണിക്കുമെന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. അകത്തോട്ട് ഓടുമ്പോഴും ഞങ്ങൾ ജയിച്ചു എന്ന് പറയും. ഇപ്പൊ നിങ്ങള് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു, അതിനകത്ത് പറയാണ് റഷ്യക്ക് ഇറാൻ ആയുധം കൊടുത്തു. എന്തൊരു മാനക്കേടാണ് ഇതൊന്നും പറയാൻ ഈ മുഹമ്മദിന്റെ അനുകാരികൾക്ക് ഉളുമ്പില്ലെന്നുള്ളതാണ് പ്രത്യേകത. മലയാളക്കരയിലാണ് ഇത് പറയുന്നത് എന്നെങ്കിലും മനസ്സിലാക്കണ്ടേ. വല്ല തമിഴ്നാട്ടിലോ വല്ലടോ ഒക്കെ ചെന്ന് പറയുന്നെങ്കിൽ പോട്ടെന്ന് വെക്കാം. ഈ മലയാളക്കരയിൽ കൃത്യമായി ഈ ആൾക്കാർ വീക്ഷിച്ചു മറുപടി പറയുന്ന ഈ സ്ഥലത്ത് യൗമാരിരുന്ന് ഇതൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, റഷ്യക്ക് ഇറാൻ ആയുധം കൊടുത്തു അല്ലേ. ഇടാ, ഇറാനിന്റെ മണ്ണിൽ വെച്ച് തെഹ്റാനിൽ വെച്ച് ഹമാസിന്റെ നേതാവിനെ കൊന്നിട്ട് തിരിച്ചൊരു വക ചെയ്യാൻ ഒന്ന് മാന്താൻ പോലും കഴിയാത്ത ഈ വേട്ടവാളിയന്മാരാണോ റഷ്യക്ക് ആയുധം കൊടുക്കാൻ പോകുന്നത്? റഷ്യ ആരെന്നാ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? തിരിച്ചടിക്കാൻ വേണ്ടി റഷ്യയോട് ആയുധം ചോദിച്ചവരാണ് ഇറാൻ. അവർ പറഞ്ഞു, നിങ്ങൾ മര്യാദയ്ക്കിരിക്കെ, ഇപ്പൊ ഇസ്രായേലിനെ അടിക്കാൻ പോയാൽ നിന്റെയൊക്കെ അഡ്രസ്സ് കാണില്ല, വീട്ടിൽ പോകാൻ പറഞ്ഞു. എന്നിട്ടും ഉള്ള ഏറുപടക്കമെല്ലാം കൂടി പിറക്കിക്കൊണ്ട് ലെബനോനിൽ കൊണ്ടുവച്ച് ഹിസ്ബുള്ളയെ കൊണ്ട് എറിയിപ്പിച്ചു നോക്കി. ഇന്നിപ്പോ ഹിസ്ബുള്ള അഡ്രസ് ഇല്ലാതെ പോയി. ഹമാസിന്റെ കഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതാ ഞാൻ ഒരു പരാജയപ്പെട്ട മാളത്തിനകത്ത് കയറുമ്പോഴും അതിനകത്തിരുന്നു കൊണ്ട് കുപ്പായം പൊക്കി കാണിക്കാനും ഞങ്ങൾ വിജയിച്ചു എന്ന് പറയാനും ഇവറ്റകൾക്ക് ഒരു നാണക്കേടുമില്ല. അതുപോലെ ഹമാസ് വിജയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഹമാസിന്റെ നേതാവ് ഇന്ന് വരെ വെളിച്ചം കണ്ട് സൂര്യപ്രകാശം കണ്ടിട്ടില്ല. ദിവസം ഏതെന്ന് അവൻ അറിയില്ല. അതാണ് അതിന്റെ പ്രത്യേകത. ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിക്കാൻ അയക്ക് പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, അവരുടെ സൈനിക അധിപൻ ഇപ്പോഴത്തെ ഹമാസ് നേതാവിന് യാഹിയക്ക് പേപ്പർ എഴുതി കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് സമാധാനം വേണം, ഞങ്ങളുടെ ആയുധങ്ങൾ കുറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് ജീവിക്കണം എന്നും പറഞ്ഞ് എഴുതി കൊടുത്തിരിക്കുന്ന ഒരു പേപ്പർ ഇസ്രായേൽ പട്ടാളം കണ്ടുപിടിച്ചത് അത് അവർ കൊണ്ട് ഇത് പബ്ലിഷ് ചെയ്തിരുന്നു അല്ലേ. പക്ഷെ യാഹിയ ജീവിച്ചിരിപ്പുണ്ടോ എന്നല്ല അറിയാൻ പാടില്ല. അയാളൊക്കെ ഏതോ സ്ത്രീകളുടെ കുപ്പായൊക്കെ ഇട്ട് പെണ്ണുങ്ങളുടെ കൂടെ ജീവിക്കുന്നു, ഹൂറിമാരുടെ കൂടെ ജീവിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, തോറ്റു പോകുമ്പോഴും ഞങ്ങൾ തോറ്റിട്ടില്ലെന്ന് പറയുവാനുള്ള ആ ആർജവത്വം ഉണ്ടല്ലോ, അത് വല്ലാത്ത ആർജവം തന്നെ. ഏതായാലും ഈ ചർച്ചകൾ ഇവിടെ നടക്കുമ്പോൾ ഒരു വിഭാഗം ജനം ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നുള്ളൂ എങ്കിലും നല്ലൊരു വിഭാഗം ജനം ഇത് കേൾക്കുകയും ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞ് രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ രക്ഷപ്പെടുന്നതിൽ ചിലർ മതം ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പോകുന്നു, ചിലർ ഹിന്ദു മതത്തിലേക്ക് പോകുന്നു, ചിലർ ക്രൈസ്തവ മതത്തിലേക്ക് അല്ലെങ്കിൽ കാത്തലിക്കിലേക്ക് പോകുന്നു. ഇങ്ങനൊരു അപകടം സംഭവിക്കുന്നുണ്ട്. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി രക്ഷകനായി പിറന്നവൻ ഒരാളേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ ദൈവമായിരുന്നവൻ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ആ വേഷം അഴിച്ചു വച്ച് വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ വന്ന് മറിയയുടെ ഉദരത്തിലൂടെ മനുഷ്യനായി ഭൂജാതനായി 33 കൊല്ലം ഇവിടെ ജീവിച്ചു. മാനവകുലത്തിന്റെ പാപം ഏറ്റെടുത്തുകൊണ്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം യേശു ക്രൂശിൽ മരിച്ചു. അവൻ അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് വചനം പറഞ്ഞിരുന്ന പ്രകാരം വെള്ളിയാഴ്ച മരിച്ച ക്രിസ്തു ഞായറാഴ്ച പ്രഭാതത്തിൽ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്ന് തനിക്കായി കാത്തിരിക്കുന്ന ജനത്തിനു വേണ്ടി പക്ഷപാതവുമായിട്ടിരിക്കുകയാണ്. ഏത് നിമിഷമാണോ നിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെ മടക്കിക്കൊണ്ടുവരുവാൻ പിതാവ് തനിക്ക് കൽപ്പന കൊടുക്കുന്നത്, അപ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും മേഘത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവരോടൊരുമിച്ച് ജീവനോടെ ഇന്ന് ക്രിസ്തുവിൽ ജീവിക്കുന്ന വിശുദ്ധന്മാർ
രൂപാന്തരപ്പെട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ 7 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം ആരംഭിക്കും. ആ യുദ്ധത്തിലേക്കായി ലോകരാഷ്ട്രങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ആ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യജീവൻ ജനം പ്രാപിക്കാതിരിക്കാൻ വളരെ സ്ട്രോങ് ആയി ക്രിസ്തുവിന്റെ പുറകിൽ വ്യാജ ക്രിസ്തുവായി അല്ലെങ്കിൽ എതിർ ക്രിസ്തുവായി നിൽക്കുന്നയാളാണ് മുഹമ്മദ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഒരു പ്രവാചകനാണെന്നും ക്രിസ്തുവിന്റെ തൊട്ടടുത്ത് വന്ന അടുത്ത പ്രവാചകനാണ് ഞാനെന്നും പറഞ്ഞാണ് മുഹമ്മദ് തന്നെ പരിചയപ്പെടുത്തുന്നത്. അതിനുശേഷം പ്രവാചകന്മാർ ഇനി പാടില്ല, പ്രവാചകന്മാരെ ക്ലോസ് ചെയ്തു. ഒരു കാര്യമെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം, യേശുക്രിസ്തു പ്രവാചകനായി തന്നെ ചെയ്തിരിക്കട്ടെ, ആ പ്രവാചകനുമായി ഏതെങ്കിലും നിലയിൽ ബന്ധപ്പെടുത്താൻ അല്ലെങ്കിൽ ആ ബെഞ്ചിൽ ഇരുത്താൻ കഴിയുന്ന ഒരാളാണോ മുഹമ്മദ്? ഒരിക്കലുമല്ല. ശരിക്കും വ്യാജനെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാമായിരുന്നിട്ടും ആയിരക്കണക്കിന് ജനം ദൈവകൃപയിൽ നിന്ന് വീണുപോകുന്നു. അതുപോലെ തന്നെ കാത്തലിക്കും. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ഗ്രഹിക്കുക. ക്രിസ്തുവിന്റെ അനുകാരിയായ പ്രവാചകനാണ് താനെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് മുഹമ്മദ് വന്നതുപോലെ തന്നെ ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ അനുകാരികളാണ് ഞങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞാണ് കാത്തലിക്കും അതിനോട് ബന്ധപ്പെട്ട നാമധേയ സഭകളും വന്നിരിക്കുന്നത്. ഇതും തിരിച്ചറിയണം. ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുമായി ഇപ്പോ അപ്പോസ്തലത്തുള്ള അപ്പോസ്തലന്മാരെന്ന് പറയുന്ന ഈ വ്യാജന്മാർക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇവന്മാർ വ്യാജന്മാരാണ്. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 7 സഭകൾക്കുള്ള സന്ദേശമാണ്. ഏഷ്യ മൈനറിലെ 7 സഭകൾക്കുള്ള സന്ദേശം. അതിൽ ഒന്നാമത്തെ സഭയ്ക്ക് സന്ദേശം നൽകുന്നത് ശ്രദ്ധിച്ചാൽ ഒരു ഗൗരവമേറിയ കാര്യം നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളറിയണം, AD 96 യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന അപ്പസ്തലനായ യോഹന്നാൻ ക്രിസ്തുവിന്റെ സാക്ഷിയായിരുന്നു എന്ന കാരണത്താൽ നാട് കടത്തപ്പെട്ട് പത്മോസ് ദ്വീപിൽ കിടക്കുകയാണ്. അവിടെ വെച്ചാണ് 7 സഭകൾക്കുള്ള സന്ദേശം കർത്താവായ യേശുക്രിസ്തു കൈമാറുന്നത്. എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിന് അത് കൊടുക്കുന്നു. ക്രിസ്തു ദൂതൻ മുഖാന്തിരം യോഹന്നാന് പത്മോസിൽ പ്രദർശിപ്പിച്ചു കൊടുക്കുന്നു. അതിലെ ഒരു വാക്യം ഞാനൊന്ന് വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം മുതലാണ്. എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും. കണ്ടോ? അപ്പസ്തലന്മാരല്ലാതിരിക്കെ അപ്പസ്തലന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന കള്ളന്മാർ, അത് തന്നെയാണ് റോമൻ കാത്തലിക്കും അവരോട് ചേർന്നുള്ള എല്ലാ നാമധേയ സഭകളും ഇന്ന് ചെയ്യുന്നത്. ദേ ആർ നോട്ട് അപ്പോസിൽസ്, പക്ഷെ അവർ അവകാശപ്പെടുന്നു ഇവർ കള്ളന്മാരാണ്. അത് തിരിച്ചറിയാൻ ഒറ്റ പരിപാടിയേ ഉള്ളൂ. ക്രിസ്തുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാരുമായി ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. സ്വഭാവം കൊണ്ടും ബന്ധമില്ല, ഉപദേശം കൊണ്ടും ബന്ധമില്ല, യാതൊരു ബന്ധവുമില്ല. ഇത് വെച്ചെങ്കിലും ദൈവജനം തിരിച്ചറിയണം, ഇത് മുഴുവൻ വ്യാജന്മാരാണ്. എനിക്ക് ഈ അടുത്ത കാലഘട്ടത്തിലാണ് ഇസ്ലാമിനെ കുറിച്ച് ഇത്രയേറെ ഗ്രഹിക്കേണ്ടി വന്നതും കാത്തലിക്കിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടി വന്നതും. കാത്തലിക് ഭീകരമായ ഒരു പൈശാചിക പ്രസ്ഥാനമാണ് എന്ന് വളരെ വ്യക്തമായി തിരുവഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് മാന്യ സുഹൃത്തുക്കളെ, നിങ്ങൾ രേഖകൾ പരിശോധിക്കൂ, നിങ്ങൾ പഠിക്കൂ, ക്രിസ്തു ആരാണെന്ന് ശരിക്ക് പഠിക്കൂ, എന്നിട്ട് മുഹമ്മദ് ആരാണെന്നും പഠിക്കൂ. ക്രിസ്തുവിലൂടെയുള്ള നിത്യരക്ഷയെ അപകടപ്പെടുത്തുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ, അടച്ചു കളയുവാൻ വന്ന ഒരു വ്യാജനാണ്, എതിർ ക്രിസ്തുവാണ് മുഹമ്മദ്. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. അതുപോലെ തന്നെ കാത്തലിക് അടക്കമുള്ള നാമധേയ സംഘടനകളും വിശുദ്ധ വേദ പുസ്തകത്തിൽ, പ്രവർത്തികളുടെ പുസ്തകത്തിൽ അപ്പസ്തലന്മാരുടെ പ്രവർത്തികളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അവകളുമായി യാതൊരു ബന്ധവുമില്ലാത്തതും അപ്പസ്തലന്മാരുടെ ഉപദേശങ്ങളായി റോമർക്കെഴുതിയ ലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ കിടക്കുന്ന ലേഖന ഭാഗങ്ങളുമായി പുലബന്ധമില്ലാത്തതുമായ ഉപദേശങ്ങൾ ജനത്തെ പഠിപ്പിച്ച് കബളിപ്പിക്കുന്ന ഈ വ്യാജന്മാരെ, ബൈബിൾ ഭാഷയിൽ ഈ കള്ളന്മാരെ നിങ്ങൾ തിരിച്ചറിയണം. ഈ ആടിന്റെ തോലിട്ട ചെന്നായ്ക്കളെ നിങ്ങൾ തിരിച്ചറിയണം. പ്ലീസ്, നിങ്ങൾ ബൈബിൾ വായിക്കൂ, നിങ്ങൾ സുബോധത്തോടെ ബൈബിൾ വായിക്കൂ. ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കൂ. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ ചർച്ചകൾ ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ക്രൈസ്തവ മേഖലയിൽ അല്ലെങ്കിൽ ക്രിസ്തു മാർഗത്തിലുള്ളവരെന്ന് അഭിമാനിക്കുന്നവർ പോലും ഞങ്ങളിൽ 3-4 പേരെക്കാൾ അധികം പാണ്ഡിത്യമുള്ള പലരും
ഈ ക്രൈസ്തവ മാർഗത്തിലുണ്ട്. ഇവരാരും വാതുറക്കാൻ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് വായി തുറക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഇത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. എൻ്റെ ജീവൻ അപകടമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇവരാരും അപകടപ്പെടുത്താതെ കുറച്ചു കാലം കൂടി ഇവിടെ ജീവിച്ചിരുന്നത് കൊണ്ടും വലിയ കാര്യമില്ല എന്ന് ബോധ്യമുള്ള ആൾക്കാരാണ് ഞങ്ങൾ. ഞാൻ കഴിഞ്ഞ ദിവസം കൊടുത്തോട്ടവുമായി സംസാരിക്കുമ്പോൾ പറഞ്ഞു, സാറേ, നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളെ കുറച്ച് വീഡിയോസ് ചെയ്യണം. ആരെങ്കിലും നമ്മളെയൊക്കെ തട്ടിക്കളഞ്ഞാൽ പിന്നീട് നമ്മുടെ കയ്യിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ ജനത്തിന് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു പരിപാടിയുണ്ട്, പാസ്റ്ററെ, ഒരുപാട് പേര് ഇത് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി മുഹമ്മദീയർക്ക് കേരളക്കരയിൽ ക്രൈസ്തവർക്കെതിരെ എഴുന്നേൽക്കാൻ ഈ കാലഘട്ടത്തിൽ കഴിയില്ല. അത്രയേറെ പേർ ഖുർആനെ നന്നായി പഠിച്ചു, ബൈബിളിനെ ശരിക്കും ഗ്രഹിച്ചു. ഇതിനെ പ്രതിരോധിക്കുവാൻ കൃത്യമായി അവർ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഒരു ഭാഗത്ത് സന്തോഷമുള്ളപ്പോഴും എന്നെ വളരെയധികം ചിന്തിപ്പിക്കുന്ന കാര്യം, ക്രിസ്തു മാർഗക്കാർ ഉറങ്ങുകയാണ്. ക്രിസ്തു മാർഗക്കാർ എഴുന്നേൽക്കണം. ആ മാർഗത്തിൽ മാത്രമേ രക്ഷയുള്ളൂ. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല എന്നുള്ള ആ നഗ്നമായ സത്യം ജനത്തോട് വിളിച്ചു പറയുവാൻ രക്തം ചിന്തേണ്ടി വന്നാലും തയ്യാറാകണം. ജെറുസലേമിൽ കൂടിയിരുന്ന ശിഷ്യന്മാരോട് കർത്താവ് വിളിച്ചിട്ട് പറയുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദ്യയിലും ശമരിയിലും എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികളാകണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, ശക്തി ആർജിക്കുക, സാക്ഷിയാവുക. മാർട്ടൂറിയനാകേണ്ടി വന്നാലും രക്തമൊഴിച്ച് സാക്ഷ്യപ്പെടുത്തേണ്ടി വന്നാലും ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. ദൈവസ്നേഹം നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ തന്നെത്താൻ ഏൽപ്പിച്ചുകൊണ്ട് ദൈവസ്നേഹത്തെ പ്രദർശിപ്പിച്ചു തന്നതുപോലെ ആ ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഈ നശിച്ചു പോകുന്ന ജനറേഷന്റെ മുൻപിൽ പ്രദർശിപ്പിക്കുവാൻ ആർജവത്തോടെ മുമ്പിലേക്ക് ഇറങ്ങാം. ദൈവം നമ്മെ അതിനായി ഉപയോഗിക്കുമാറാകട്ടെ. ഈ കൂട്ടത്തോടെ നരകത്തിൽ പോകുന്നതിനെ തടയുവാൻ, മാക്സിമം ജനത്തെ കർത്താവിനായി നേടുവാൻ, നിശ്ചതയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ ദൈവം നമ്മെ വിനിയോഗിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ഈസായെ പോലെയുള്ള മിടുക്കന്മാർ ചർച്ചയ്ക്കിറങ്ങുക. ആ ചർച്ചകൾ ഞങ്ങൾക്ക് വളരെ ഗുണകരമാണ്, ഞങ്ങൾക്ക് ശക്തി ആർജിക്കുവാൻ ഗുണകരമാണ്. ഇസ്ലാമിൽ തകർന്നു കിടക്കുന്ന, കുടുങ്ങിക്കിടക്കുന്ന വീട്ടമ്മമാരടക്കമുള്ള അനേകർക്ക് യേശുവിനെ തിരിച്ചറിയുവാനുള്ള അവസരം ലഭ്യമായ കാലഘട്ടമാണിത്. അതുകൊണ്ട് അക്ബറെ വരിക, ഈസായെ വരിക. ഇവിടെ സഹോദരന്മാർ നിങ്ങൾക്ക് മറുപടി തരുവാൻ തയ്യാറായിരിക്കുന്നു. നിങ്ങൾ മാളങ്ങളിൽ നിന്ന് പുറത്തു വരിക. മേ ഗോഡ് ബ്ലെസ് യു ടു.